ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയോടും കൂടിയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗ് പുരോഗമിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതായത് ഈ കണ്ണൂരിലുൾപ്പെടെ സംസ്ഥാനത്താകെ LDFന്റെ ഒരു തരംഗം ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ചേരുകയാണ്. വലിയ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വോട്ട് ചെയ്തതിന് ശേഷം പ്രകടിപ്പിച്ചത്. അതായത് UDFന്റെ കൊട്ടകൾ എന്ന് അവർ കരുതുന്ന സ്ഥലങ്ങൾ വരെ, തദ്ദേശ സ്ഥാപനങ്ങൾ വരെ ഇത്തവണ LDF പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. LDF ഇത്രയും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ എന്ന് കൂടി ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാവരുടെയും ഒരു പ്രതികരണം. ആ രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? LDFന് വൻ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഉത്സവത്തിലൂടെയുള്ള ഒരു LDF തരംഗമാണ് കാണുന്നത്. അതിന് കാരണം LDF ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒന്നാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. രാഷ്ട്രീയമെടുത്താൽ വർഗീയ മുന്നണിക്കെതിരാണ് LDF. ഉറച്ച മതനിരപേക്ഷ നിലപാടാണ് LDFനുള്ളത്. എന്നാൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായും ചിലയിടങ്ങളിൽ BJPയുമായും കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ഒരാദർശവും UDFനില്ല. BJP ആണെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടാത്തതുപോലെയാണ് BJP ഈ നാട്ടിൽ ന്യൂനപക്ഷ വേട്ടയും ഒപ്പം ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് തിരിച്ചറിയുന്ന ജനങ്ങൾക്ക് പിന്നെ പ്രധാനമായുമുള്ള കാര്യം അവർ നോക്കുന്നത് വികസനവും ക്ഷേമവുമാണ്. ഇത് രണ്ടിലും ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമാണ്. എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഉയർന്നു വരുമ്പോൾ ജനങ്ങളുടെ താല്പര്യമാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് UDF ഉപേക്ഷിച്ച പല പദ്ധതികളും, അസാധ്യമാണെന്ന് അവർ കണ്ടെത്തിയ പല പദ്ധതികളും സാധ്യമാക്കിയത്. അത് ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയും. 1,00,000 കോടിയോളം രൂപ ചെലവഴിച്ച് കിഫ്ബിയിലൂടെ 1190 വികസന പദ്ധതികൾ LDF ഈ നാടിന് വേണ്ടിയിട്ട് ആ പദ്ധതികൾ ഓരോന്നും നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിലുള്ള ജനങ്ങൾ. കാരണം ജനങ്ങൾക്കെല്ലാം അറിയാം, നല്ല റോഡ്, പാലം, 35,000 കോടി ഉറുപ്പികയുടേതാണ് ഈ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ. സ്കൂൾ കെട്ടിടം, സർക്കാർ ആശുപത്രി, ഇങ്ങനെയെല്ലാമുള്ള വികസന പദ്ധതികൾ ശ്രദ്ധേയമായ വിധത്തിൽ ഇടതുപക്ഷം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ക്ഷേമവും പൂർണ്ണമായി LDF പരിഗണിച്ചു. അങ്ങനെയാണ് ഒക്ടോബർ 29-ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട ക്ഷേമ മേഖലയിലെ പദ്ധതികൾ. ഒരു സ്ത്രീ സൗഹൃദ നിലപാടാണ് ഇടതുപക്ഷത്തിന്. സ്ത്രീപക്ഷത്താണ് ഇടതുപക്ഷം. കുടുംബശ്രീ കൊണ്ടുവന്നത് അങ്ങനെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം കൊണ്ടുവന്നത് അങ്ങനെയാണ്. സ്ത്രീകൾ വേട്ടയാടപ്പെടുമ്പോൾ ഒരറച്ചു നിൽപ്പ് ഇടതുപക്ഷത്തിനില്ല, സ്ത്രീപക്ഷത്താണ്. എന്നാൽ സിനിമാ നടി പീഡന കേസിൽ UDF കൺവീനർ ആരുടെ പക്ഷത്താണ്? വേട്ടക്കാരുടെ പക്ഷത്താണ്. അദ്ദേഹം മാത്രമല്ല, KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്താ? തനിക്ക് കിട്ടിയ രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ പ്രിപ്പയർഡ് പരാതിയാണ് എന്നാണ്. അതിൻ്റെ പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ആ പരാതി കിട്ടിയപ്പോൾ ഒരു നടപടി സ്വീകരിച്ചില്ല. പരാതി കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? നാഥനില്ല പരാതി എന്നാണ്. എന്നാൽ ഇടതുപക്ഷം ചെയ്തത് എന്താ? നിൽക്കക്കള്ളിയില്ലാതെ KPCC ആ പരാതി പോലീസിന് കൈമാറിയപ്പോൾ ഉടൻ തന്നെ കേസായി, ഇരയുടെ മൊഴിയെടുത്ത്. അപ്പോൾ അതിജീവിതക്കൊപ്പമാണ് ഇടതുപക്ഷം. സിനിമാ നടി പീഡന കേസിൽ 6 പേരെ ശിക്ഷിച്ചു എന്നുള്ളത് സ്വാഗതാർഹമായ നടപടിയാണെങ്കിലും ഒപ്പം
പ്രധാന സൂത്രധാരൻ ഉൾപ്പെടെ രക്ഷപ്പെട്ടു എന്നുള്ളത് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ആ വിധിയോട് ഭാഗികമായിട്ടേ യോജിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടെന്താ സർക്കാർ പെട്ടെന്ന് തീരുമാനമെടുത്തത് അപ്പീൽ പോകണം. ആ അപ്പീലിനെ കുറിച്ച് UDF കൺവീനർ പറഞ്ഞത് എന്താ, സർക്കാരിന് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ അപ്പീലിന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്നവർക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാരിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ചിന്തിക്കുകയാണ്. ഈ ഒരു അടിയൊഴുക്ക് കാണാനുണ്ട്. പോളിംഗ് ബൂത്തുകളിലെല്ലാം പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഇത്തവണ UDFനെ തോൽപ്പിക്കണമെന്നുള്ളത് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന LDFൻ്റെ നിലപാടുകൾ തിരിച്ചറിയുന്ന സ്ത്രീകൾ മനസ്സിൽ ഉറപ്പിച്ചതുപോലെയാണ്. പരാജയ ഭീതിയിൽ നിന്ന് UDF ഇപ്പം ചെയ്യുന്നത് എന്താ? തിരുനെല്ലിയിൽ മദ്യമാണ് ആദിവാസികൾക്ക് വിളമ്പിയത്. ആദിവാസി മൂപ്പൻ്റെ നേതൃത്വത്തിലാണ് അത് പ്രതിരോധിച്ചത്. അങ്ങനെയൊരു തൻ്റെ ഇടം ആദിവാസികൾക്ക് ഉണ്ടായതെങ്ങനെയാണ്? ഇടതുപക്ഷം ആദിവാസികൾക്കുള്ള ഭൂമിയും വീടും നൽകി, അവർക്കൊരു പുതിയ ജീവിതം നൽകി. UDFO ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തപ്പോൾ വെടിവെച്ച് കൊന്നു. ഈ വ്യത്യാസം ആദിവാസികൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ആദിവാസികൾക്ക് മദ്യം കൊടുക്കാൻ UDFകാർ വന്നപ്പോൾ അടിച്ചോടിക്കുന്നത്. 4-5 സ്ഥലങ്ങളിൽ വോട്ടർമാർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പണം കൊടുക്കുന്ന ദൃശ്യം വീഡിയോയിൽ പകർത്തിയത് ആരാ? മൊബൈലിൽ പകർത്തിയത് അതൊക്കെ സാധാരണക്കാരാണ്. അതിൽ സ്ഥാനാർത്ഥി കൊല്ലം ജില്ലയിൽ ഒരു വോട്ടർക്ക് പണം കൊടുക്കുന്നത് വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ പണം തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നത് എന്താ? അമ്മച്ചി, വോട്ടിന് പണം മേടിക്കുന്നത് ശരിയല്ല. ഈ ബോധത്തിലേക്ക് ജനങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ തന്നെ പ്രബുദ്ധ കേരളം ഇടതുപക്ഷത്തോടൊപ്പമാണ്. BJPയുടെ ഒരു സ്ഥാനാർത്ഥി ചെയ്തത് എന്താ? തോക്കൂന്ന് ഉറപ്പായി. അപ്പം ഇല്ലാത്ത സർവേ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ, അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് എതിരാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യം കൊണ്ടും പണം കൊണ്ടും ഇല്ലാത്ത സർവേ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കിയും ജയിക്കാൻ നടത്തുന്ന കുതന്ത്രങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ എല്ലാ നിലയിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ദിവസം കഴിയും തോറും ഇടതുപക്ഷ വിജയം ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ തീർച്ചയായും നല്ല മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇന്ന് വോട്ട് എടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. രാഷ്ട്രീയ പ്രേരിതമായ പരാതി എന്നൊക്കെ പറയുന്നത് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാൻ, വോട്ടർമാർക്കിടയിൽ ചർച്ചയാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും രാഹുൽ ഒരു ലൈംഗിക ക്രിമിനലാണ്. മറ്റ് സംഭവങ്ങളുമായും കേസുമായും ഒരു താരതമ്യം അർഹിക്കുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ ഈ പ്രശ്നത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നവർക്കെതിരാണ്. വേട്ടക്കാരനാണ് രാഹുൽ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ, അത് UDF കൺവീനറായാലും KPCC പ്രസിഡൻ്റായാലും ഇമ്മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധം ഉയർന്നു വന്നില്ലേ? അവൾക്കൊപ്പമാണ് ഞങ്ങൾ. കാരണം ഒരിക്കലും കേരളീയ സമൂഹത്തിന് അതിജീവിതക്കൊപ്പമല്ലാതെ വേട്ടക്കാരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇപ്പോൾ വേട്ടക്കാരുടെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തക്ക മറുപടി സ്ത്രീകൾ ബാലറ്റിലൂടെ നൽകുക തന്നെ ചെയ്യും. ഇതിനെ മറക്കാൻ ഉള്ള ഒരു പ്രചരണതന്ത്രം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ടാണ്. അത് എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് LDF കരുതുന്നത്? ശബരിമലയിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇന്നത്തെ നിലയിൽ ഒരു ലോക തീർത്ഥാടക കേന്ദ്രമാക്കിയിട്ട് ശബരിമലയെ മാറ്റുന്നതിന് വേണ്ടിയാണ് LDF പരിശ്രമിക്കുന്നത്. അതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടുത്തെ വികസന പദ്ധതികളെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പല വികസന പദ്ധതികളും പൂർത്തീകരിച്ചു.
ഇത്തവണ അയ്യപ്പ ദർശനത്തിന് എത്തിച്ചേർന്ന ലക്ഷങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അയ്യപ്പ ഭക്തന്മാർ സംതൃപ്തിയോടുകൂടി തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നടത്തുന്ന UDFൻ്റെ നീക്കം പൊളിഞ്ഞത്. BJPയും സമാന രീതിയിലുള്ള നീക്കമാണ് നടത്തിയത്. അപ്പോഴാണ് ശബരിമല സ്വർണ്ണപ്പാളിയുടെ പ്രശ്നം ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ണികൃഷ്ണ പോറ്റിയുടെ തലയിൽ നിന്ന് മാത്രം ഉദിച്ചതല്ല. ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാകുന്നു എന്ന് വന്നപ്പോൾ അയ്യപ്പ ദർശനത്തിലൂടെ ഭക്തന്മാർക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് വന്നപ്പോൾ അതിനെ വഴിതിരിച്ചു വിടാനുള്ള നീക്കമായിരുന്നു സ്വർണ്ണപ്പാളി വിഷയം ഒരാഗോള വിഷയമാക്കി മാറ്റാൻ UDFും BJPയും ശ്രമിച്ചത്. എന്ത് സംഭവിച്ചു? കള്ളൻ കപ്പലിൽ തന്നെ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈയോടെ പിടിച്ചു. അദ്ദേഹത്തിന് ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? സ്വർണ്ണപീഠം കാണാനില്ല. അത് കണ്ടെത്തിയത് ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്. പിന്നീട് ഈ സ്വർണ്ണപ്പാളി തിളക്കം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി സ്വർണം പൂശണം എന്ന അഭിപ്രായത്തോടു കൂടി തന്ത്രി തീരുമാനമെടുത്ത് പറഞ്ഞപ്പോൾ ഇതുമെടുത്ത് പോകുന്നതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവിധ ആളുകളിൽ നിന്ന് പണവും സ്വർണവും കൈക്കലാക്കര ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി. മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ഇതിന് പരോക്ഷമായിട്ടെങ്കിലും ആരെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അതിൽപ്പെട്ട ഒരൊറ്റയാളെയും രക്ഷിക്കാൻ ഗവൺമെൻറ് ഇല്ല. അതുകൊണ്ടാണ് കോടതിയും ഗവൺമെൻറ്റും ഒരേ നിലയിൽ അംഗീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ അവർ തെറ്റുകാരായി കണ്ടെത്തുന്ന ഒരാളുടെ വിഷയത്തിലും ഗവൺമെൻറ് ഇടപെടാതിരുന്നത്. CPIMും തെറ്റുകാരാരാണോ അവരുടെ പേരിൽ നടപടി എടുക്കുന്നതിനെയോ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനെയോ എതിർക്കുന്നില്ല. ആ നിലപാട് ജനങ്ങൾക്ക് ബോധ്യമായി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താ? ആരെങ്കിലും അതിന് ഉത്തരവാദികളാണോ? അവരെ സംരക്ഷിക്കാൻ കൂട്ടുകെന്നൂടാ. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ വിഷയമെടുക്കുക. രാഹുലിനെ സംരക്ഷിക്കാൻ നോക്കുകയാണ് UDF കൺവീനറും KPCC പ്രസിഡൻറ്റും. എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? സംരക്ഷിക്കാൻ പാടില്ല. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ എന്താ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? അയ്യപ്പ ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് അതിലെ കുറ്റക്കാരാരായാലും കണ്ടെത്തണം. എന്താ CPMൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സ്റ്റാൻഡ്? അതാരായാലും ശരി കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ഈ വിഷയത്തിലും അയ്യപ്പ ഭക്തന്മാരടക്കമുള്ള വിശ്വാസികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. വിശ്വാസി സമൂഹം ഇടതുപക്ഷത്തോടൊപ്പമാണ്. അപ്പോൾ വേട്ടക്കാർക്കെതിരായി അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തെറ്റ് ചെയ്തവരാരാണോ അവരെ സംരക്ഷിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ആയിരിക്കും എന്നത് സുവ്യക്തമാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രകടിപ്പിക്കുന്നത്. സ്വർണ്ണ പാളി വിഷയത്തിൽ സ്വർണ്ണ മോഷണ കേസിൽ LDF സർക്കാർ സ്വീകരിച്ച നിലപാട് അത് വിശ്വാസി സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം അത് സ്ത്രീ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ UDF കൺവീനർ, ഇവർക്കെതിരെ ഒക്കെയുള്ള ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ വ്യക്തമാക്കുന്നത്. പെരളശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.